തൻ്റെ ഏകജാതി നൽകാനെന്ന് വെച്ചാൽ കുരിശിൽ ഏൽപ്പിക്കാൻ തക്ക വിധം. അപ്പം നമ്മൾ കുരിശിനെക്കുറിച്ചും കുരിശിൻ്റെ വഴിയെക്കുറിച്ചുമൊക്കെ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടി വരുന്ന ആളാരാണ്? പരപിതാവിൻ്റെ സ്നേഹമാണ്. ഈ ദിവസങ്ങളിൽ ഈ വിശുദ്ധ വാരത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ്. ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുകയും നമ്മൾ നടത്തുന്ന കുരിശിൻ്റെ വഴികൾ, അതുപോലെ തന്നെ നമ്മൾ നടത്തുന്ന ദാനധർമ്മങ്ങളും എല്ലാം ദൈവസ്നേഹത്തിന് പകരമായിട്ട് നമ്മളുടെ ഒരു സ്നേഹപ്രവൃത്തികളായിട്ട് വരണം. ഓരോ ശുശ്രൂഷ ചെയ്യുമ്പോൾ, ഇപ്പോൾ വിശുദ്ധ വാരത്തിൽ നമ്മൾ കുരിശിൻ്റെ വഴി നടത്തുന്നു, കുമ്പസാരിക്കുന്നു, നഗരി കാണിക്കലിന് പോകുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പങ്കെടുക്കുന്നുണ്ട്. ഇതെല്ലാം അനുഷ്ഠാന പ്രകാരമുള്ള ആചാരവിധികളിലുള്ള ആധ്യാത്മികതയുടെ അനുഷ്ഠാന വിധികളാണത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കറസ്പോണ്ടിങ് എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കൂടുന്ന വ്യക്തിക്ക് അതിലൂടെ ദൈവസ്നേഹം വർദ്ധിക്കണം. അല്ലാതെ ഒരു നാടകം കാണുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു കുറേ കാര്യം കാണുന്ന കാഴ്ചക്കാരനെ പോലെ നിനക്ക് അതിനകത്ത് പങ്കെടുക്കാൻ പറ്റും. പക്ഷെ മറിച്ച് നീ ഇതിൽ പങ്കെടുക്കുമ്പോൾ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അവസാനത്തെ ദൈവത്തിന് സാധ്യമായ ഒരു ആവിഷ്കാരമാണ് ക്രിസ്തുവിൻ്റെ പീഡാനുഭവവും കുരിശും മരണവും. ഇത് കാണുമ്പോൾ കർത്താവേ, നിന്റെ സ്നേഹത്താൽ എന്നെ നിറക്കണമേ. ഏറ്റു പ്രാർത്ഥിച്ചേ, കർത്താവേ, ഈ വിശുദ്ധ വാരത്തിൽ നിന്റെ പീഡാനുഭവങ്ങളെ, നിന്റെ ചമ്മട്ടിപ്പാടുകളെ, നിന്റെ മുൾക്കിരീടത്തെ, നിന്റെ കരചരണങ്ങളിലെ ആണിപ്പഴുതുകളെ, അതിൽ നിന്നൊഴുകുന്ന വിശുദ്ധ രക്തത്തെ ഞാൻ ധ്യാനിക്കുമ്പോൾ എനിക്ക് വേണ്ടി സഹിച്ച നിന്റെ സഹനങ്ങളുടെ അന്തർധാരയായ ദൈവസ്നേഹത്താൽ ക്രിസ്തുവിലൂടെ അഭിഷേകം ചെയ്യണമേ, ശക്തീകരിക്കണമേ. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, ആഴമാർന്ന മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, ആഴമാർന്ന മഹാത്യാഗത്തെ. പകരം എന്തോ ഞാനേ, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. പകരം എന്തോ നൽകുന്നു ഞാനേ, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഉടമ്പടിയിൽ ആഘോഷിക്കുന്നത് മറിയത്തിൻ്റെ ക്രൈസ്താനുഭവമാണ്. മറിയത്തിൻ്റെ ക്രൈസ്താനുഭവം. കാരണം ക്രിസ്തുവിനെ എന്തുകൊണ്ടാണ് മറിയത്തെ ക്രിസ്തു അനുഭവത്തിൻ്റെ ഒരു ഉച്ചയും ഉറവയുമായിട്ട് നമ്മൾ കാണാൻ കാരണം? മറിയത്തിൽ നിന്നാണ് ക്രിസ്താനുഭവം നമുക്ക് സാധാരണ മനുഷ്യന്, ഞാൻ അക്കാഡമിക് ആയിട്ടുള്ള ലെവലിലോ അല്ലെങ്കിൽ ഒരു മിസ്റ്റിക് ലെവലിലോ അല്ല അത് വേറെ ഒരു ന്യൂനപക്ഷമാണ് സഭയിലുള്ളത്. സഭയിലുള്ള കോമൺ പീപ്പിളിൽ 99% അവരെ സംബന്ധിച്ചിടത്തോളം മറിയമാണ് ക്രിസ്തുവിൻ്റെ ഏറ്റവും നമുക്ക് ലഭ്യമായ സാധ്യതയുടെ സാക്ഷാത്കാരം. ക്രിസ്തുവിൻ്റെ സാധ്യതകളെ ഏറ്റവും അടുത്തറിഞ്ഞത് ആരാണ്? മറിയമാണ്. ക്രിസ്തുവിൻ്റെ നമ്മൾ ഉടമ്പടിയിലൂടെ ചിന്തിക്കുന്നത് എന്താണ്? മറിയം അനുഭവിച്ച ക്രിസ്തുവിൻ്റെ സാധ്യതകളെ
നമ്മുടെ അനുദിന സങ്കടങ്ങളിലേക്ക് ആപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ട് ക്രിസ്തുവിനെ അനുഭവിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ ഉടമ്പടിയിലൂടെ അന്വേഷിക്കുന്നത്.